എറണാകുളത്ത് മുസ്ലിം ലീഗിൽ വിമതർക്കെതിരെ നടപടി. കളമശ്ശേരി നഗരസഭയിലെ വിമത സ്ഥാനാർത്ഥിയെയും പിന്തുണച്ച സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഉൾപ്പെടെയുള്ളവരെയും സസ്പെൻഡ് ചെയ്തു. റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. റാഫി, അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും ഓരോ തരത്തിൽ ഭീഷണിയാകുന്നവരെ അവർക്കെതിരായിട്ടുള്ള നടപടിയൊക്കെ ഓരോ പാർട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് എറണാകുളത്ത് മുസ്ലിം ലീഗിൽ വിമതർക്കെതിരെ നടപടി എന്നുള്ളതാണ്. ആർക്കൊക്കെ എതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത്? തുടർച്ചയായി നടപടിയെടുക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലയിൽ വിമത ശല്യം രൂക്ഷമാണ്. കോർപ്പറേഷനിലും ഒപ്പം തന്നെ വിവിധ നഗരസഭകളിലും ജില്ലാ പഞ്ചായത്തിലുമെല്ലാം വിമത നീക്കം മുസ്ലിം ലീഗിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് തുടർച്ചയായി മുസ്ലിം ലീഗ് നടപടിയെടുക്കുന്നത്. ഈ വിമതരെ പിന്തുണയ്ക്കുന്നവരെയും വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നവർക്കെതിരെയുമാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ഇതിനോടകം തന്നെ 10 പേരെയാണ് മുസ്ലിം ലീഗ് വിമത നീക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ നേതൃത്വം പുറത്താക്കിയത്. ഇന്ന് നടപടിയെടുത്തിരിക്കുന്നത് 4 പേർക്കെതിരെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം NK നാസറിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വിമത സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതിനും വിമത സ്ഥാനാർത്ഥിക്കായി കൺവെൻഷൻ സംഘടിപ്പിച്ചതിനുമാണ് NK നാസറിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. NK നാസറിനൊപ്പം തന്നെ കളമശ്ശേരി നഗരസഭയിലെ 7ാം ഡിവിഷനിലെ വിമത സ്ഥാനാർത്ഥിക്കെതിരെയും നടപടിയുണ്ട്. PA അനസ് ആയിരുന്നു ഇവിടെ വിമത സ്ഥാനാർത്ഥി. ഇയാൾക്കെതിരെയും നടപടിയെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ വിമത സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചരണത്തിൽ ഇറങ്ങിയ കളമശ്ശേരിയിലെ മണ്ഡലം ജനറൽ സെക്രട്ടറിക്കെതിരെയും നടപടിയെടുത്തിട്ടുണ്ട്. കളമശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി PA അബ്ദുൾ റഹീം, ഒപ്പം തന്നെ യൂത്ത് ലീഗ് ടൗൺ സെക്രട്ടറി PA റഹീം തുടങ്ങിയവർക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും മുസ്ലിം ലീഗിൽ വ്യാപകമായി നടപടിയെടുത്തിരുന്നു. വനിതാ ലീഗ് നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഒപ്പം തന്നെ ജില്ലയിലെ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കളമശ്ശേരി നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന് വലിയ സ്വാധീന പ്രദേശമാണ്. മുസ്ലിം ലീഗ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുസ്ലിം ലീഗിന് എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടായത് കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. കളമശ്ശേരി മുനിസിപ്പാലിറ്റി UDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. അതിൽ മുസ്ലിം ലീഗിന്റെ പങ്കും ചെറുതല്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ വലിയ ആക്ഷേപമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പലരും വിമത നീക്കങ്ങൾ നടത്തിയിരുന്നു. ഇതിൽ പല ആളുകളുടെയും പത്രിക പിൻവലിക്കുന്ന തീയതിക്ക് മുൻപ് അനുനയിപ്പിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിനായി. അനസ് മാത്രം പത്രിക പിൻവലിച്ചില്ല. അനസിനായി ഈ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അടക്കമുള്ള ആളുകൾ ചേർന്ന് കൺവെൻഷൻ വിളിക്കുകയും ഈ കൺവെൻഷനിൽ വലിയ തോതിൽ പ്രവർത്തകർ എത്തുകയും ചെയ്തതോടുകൂടിയാണ് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് വലിയ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.